നമസ്കാരം കേട്ടാ. ഇപ്പോൾ വന്നിട്ടുള്ളതേ ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്വന്തം മകൻ മരിച്ചാലും വേണ്ടില്ല മരുമോളെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയപ്പെടുന്ന അമ്മായിയമ്മമാർ ഉണ്ട് എന്നൊക്കെയാണ് പഴഞ്ചൊല്ലിൽ പറയണത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കൂട്ടർ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. അങ്ങനെ പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ FIR നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നടപ്പാക്കിയപ്പോൾ ഈ കൂട്ടർക്ക് പ്രശ്നമില്ല. അത് ഇവിടെ നടപ്പാക്കുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം. മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു എന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ആരോപിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നേതാക്കന്മാർ ഉന്നയിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഈ പറഞ്ഞ കൂട്ടർ തയ്യാറായിട്ടില്ല. ഇവിടെ മാത്രമേ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളൂ. അത് മാത്രമല്ല അവിടെ BJP അധികാരത്തിൽ വന്നതിന് യാതൊരുവിധ പ്രശ്നവും ഈ പറഞ്ഞ കൂട്ടർക്കില്ല. BJP ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കൂട്ടർക്ക് ആക്ഷേപമുള്ളൂ. അപ്പോഴേ BJP ഒരു വർഗീയ പാർട്ടി ആവുന്നുള്ളൂ ഇവർക്കൊക്കെ. അത് മാത്രമല്ല അവിടെ കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി. രാഹുൽ ഗാന്ധി നയിച്ചത് കൊണ്ട് തോറ്റു. അതുമാതിരി എന്താ പറയുക, അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഈ പറഞ്ഞ കൂട്ടർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് ഇവിടെ മാത്രമാണ് എന്നാണ് ഈ കൂട്ടർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. എന്ന് മാത്രമല്ല അവിടെ ബീഹാറിലെ കോൺഗ്രസ് തോറ്റു തുന്നമ്പാടിയിൽ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് വരെ ഇട്ടിട്ടുള്ള ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടർ. അതാരാണ് ആ കൂട്ടര് എന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ എന്ത് തന്നെയായാലും ഈ കൂട്ടരെ ഒപ്പം കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കിയ കോൺഗ്രസിന് വേണം ആദ്യം അടി കൊള്ളേണ്ടത് എന്നൊരു അഭിപ്രായം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം ഇത്തരത്തിൽ ഉള്ള ആളുകളെ ഒപ്പം കൂട്ടിയതാണ് നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാജയം. അതായത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒപ്പം കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കി എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്ത തെറ്റ്. നിങ്ങളത് തിരുത്തിയേ പറ്റൂ.